രജിസ്റ്റേർഡായി അയച്ച ഇന്റർവ്യൂ ക്ഷണക്കത്ത് പോസ്റ്റ് വുമൺ നൽകിയത് 10 ദിവസങ്ങൾ കഴിഞ്ഞ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം. അവസരം നഷ്ടമായ ഭിന്നശേഷിക്കാരൻ പ്രതിഷേധവുമായി രംഗത്ത്. കട്ടപ്പന വെള്ളയാങ്കുടി സ്വദേശി വട്ടക്കാട്ടിൽ ലിൻഡോ തോമസ് ആണ് വെള്ളയാങ്കുടി പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരിക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. കഴിഞ്ഞ മാർച്ച് 18-നാണ് പുളിന്താനത്തുള്ള സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മിനിയൽ തസ്തികയിലേക്കുള്ള അഭിമുഖ ക്ഷണക്കത്ത് വെള്ളയാങ്കുടി വട്ടക്കാട്ടിൽ ലിൻഡോയുടെ പേരിൽ രജിസ്റ്റേർഡായി വെള്ളയാങ്കുടി പോസ്റ്റ് ഓഫീസിലെത്തിയത്. എന്നാൽ 10 ദിവസങ്ങൾ വൈകി മാർച്ച് 28-നാണ് ഈ കത്ത് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരിയെ ലിമ എന്നയാൾ അപേക്ഷകനായ ലിൻഡോയ്ക്ക് കൈമാറിയത്. തുടർന്ന് കത്ത് പരിശോധിച്ചപ്പോഴാണ് മാർച്ച് 23-നാണ് അഭിമുഖം നിശ്ചയിച്ചിരുന്നതെന്ന് വ്യക്തമായത്. പോസ്റ്റ് ഓഫീസ് ജീവനക്കാരിയുടെ അനാസ്ഥ മൂലം ജോലിക്കുള്ള അവസരം നഷ്ടമായതായി കാട്ടി തപാൽ വകുപ്പ്, മുഖ്യമന്ത്രി, ജില്ലാ കളക്ടർ എന്നിവർക്ക് ലിൻഡോ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് യുവാവ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ഒറ്റയാൾ സമരം നടത്തിയത്. വെള്ളയാങ്കുടി പോസ്റ്റ് ഓഫീസിൽ വന്ന ഒരു ലെറ്റർ എനിക്ക് നഷ്ടപ്പെട്ടു. അതും രജിസ്റ്റേർഡാണ്. എൻ്റെ ഗവൺമെൻറ് ജോലിയുടെ സംബന്ധമായ ഒരു ലെറ്ററാണ്. അത് മാർച്ച് 18-ാം തീയതി ഈ പോസ്റ്റ് ഓഫീസിൽ വരികയും 10 ദിവസങ്ങൾക്ക് ശേഷം 28-ാം തീയതി പെസഹ വ്യാഴാഴ്ച ഏകദേശം 3 മണിയോടടുത്ത് ഈ പോസ്റ്റ് ഓഫീസിലെ ലിമ എന്ന് പറയുന്ന വ്യക്തി ജോലിക്കാരി എന്നെ വിളിക്കുകയും അതനുസരിച്ച് ഞാൻ പുള്ളിക്കാരിയുടെ ലേഡീസ് സെൻ്ററിൽ ചെന്ന് ലെറ്റർ വാങ്ങുകയും ചെയ്തിരുന്നു. ഞാനത് പൊട്ടിച്ച് നോക്കിയപ്പോൾ 23-ാം തീയതി ഞാൻ ഹാജരാകുകയും ഏകദേശം ഞാൻ 25-ാം തീയതിയോടുകൂടി ജോലിക്ക് കയറുകയും ചെയ്യേണ്ടതാണ്. ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്, മുഖ്യമന്ത്രി, കളക്ടർ അങ്ങനെ എല്ലാവർക്കും ലെറ്റർ അയച്ച് നിയമപരമായി ഞാൻ അയച്ചിരുന്നു. എനിക്ക് ഇതുവരെ ഒരു പ്രതികരണവും കിട്ടിയിട്ടില്ല. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കാം എന്ന് മാത്രം പറയുന്നു. എപ്പോൾ ചോദിച്ചാലും അന്വേഷിക്കുകയാണെന്ന്. ഇന്നും വേണ്ട ആ വ്യക്തി ഇവിടെ ജോലി ചെയ്യുന്നു. എനിക്ക് അപ്പനില്ല, അമ്മയില്ല, എനിക്ക് കണ്ണിന് പ്രശ്നമുണ്ട്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഈ കണ്ണാടി മാറേണ്ട സമയമായിട്ടുണ്ട്. എനിക്ക് നീതി ചേട്ടൻ ജോലി നഷ്ടമായെന്നാണോ പറയുന്നത്? ഇവർ ലെറ്റർ തരാഞ്ഞുകൊണ്ടല്ലേ എനിക്ക് ജോലി നഷ്ടമായത്. ഇവർ സമയത്ത് ഉത്തരവാദിത്തത്തോടെ ലെറ്റർ തരുമായിരുന്നല്ലോ. 1-ാം തീയതി മാർച്ച് മാസം ആദ്യമേ മുത്തൂറ്റിൻ്റെ ലെറ്റർ എനിക്ക് ഈ പുള്ളിക്കാരി തരുമ്പോഴേ ഞാൻ പറഞ്ഞു, ഈ പോസ്റ്റ് ഓഫീസിലെ രാഴ്ചയാണ് എനിക്ക് അദ്ദേഹം എന്നെ വിളിക്കുകയും ഞാനില്ലെങ്കിൽ പോലും ഇവിടെ ഏതെങ്കിലും കടയിൽ കൊടുത്തേക്കാൻ ഞാൻ ഉത്തരവാദിത്തത്തോടെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എവിടെയൊക്കെ പരാതി കൊടുത്തിരിക്കുന്നത്? പരാതി കൊടുത്തിരിക്കുന്നത് കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്, വികലാംഗ കോർപ്പറേഷന് കൊടുത്തിട്ടുണ്ട്. നിലവിൽ ചേട്ടൻ ജോലി നഷ്ടമായിട്ടുണ്ട്. ഞാൻ ആ സ്കൂളിലും പോയി അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 23-ാം തീയതി വരികയും 25-ാം തീയതി നിങ്ങൾക്ക് ചാൻസ് ഉണ്ടായിരുന്നതാണ്, അത് നഷ്ടമായിരിക്കുകയാണെന്ന് പറഞ്ഞു. പോസ്റ്റ് വുമണിനെതിരെ നടപടിയെടുക്കുകയും തനിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ലിൻഡോ ആവശ്യപ്പെടുന്നത്. ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ലിൻഡോയ്ക്ക് എയ്ഡഡ് സ്കൂളിലെ മിനിയൽ ഫുൾ ടൈം തസ്തികയിലേക്കുള്ള അഭിമുഖത്തിന് അവസരം ലഭിച്ചത്. അതേസമയം ലിൻഡോയുടെ മൊബൈൽ നമ്പർ ലഭിക്കാത്തതിനാലാണ് കത്ത് കൈമാറാൻ വൈകിയതെന്നാണ് പോസ്റ്റ് ഓഫീസിൽ നിന്നുള്ള വിചിത്ര മറുപടി. പ്രതിഷേധമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. പ്രശ്നം പരിഹരിക്കാമെന്ന് SI ഉറപ്പ് നൽകിയതിനാൽ ലിൻഡോ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. ഹായ്, എൻ്റെ പേര് നിവ്യ. ഞാൻ 20 ഏക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിച്ചത് നെടുങ്കണ്ടം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഹായ്, ഐ ആം തസ്നിമ. ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി. ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഹായ്, ഞാൻ അരുണിമ. നെടുങ്കണ്ടം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത്. പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജക്കാട് SN ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. ഹായ്, ഞാൻ അമർദീന്ദു. ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ്. എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, ഞാൻ ഗ്രീഷ്മ. എൻ്റെ വീട് തൂക്കുവാലാണ്. ജോലി എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, എൻ്റെ പേര് കെസിയ. ഞാൻ കുമ്പളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻ്ററിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ബാച്ചിൽ പഠിച്ച എല്ലാ കൂട്ടുകാർക്കും ജോലി കിട്ടി എന്നുള്ളതാണ്. പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ. ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഫാർമസി അസിസ്റ്റന്റ്. 19-ാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം.